സ്ത്രീ സമൂഹത്തോട് അവർ പറഞ്ഞു, സ്ത്രീകളെ, നിങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരാണ്. നിങ്ങളുടേതായ ഇഷ്ടം പോലെ വേഷം ധരിക്കാനും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളയിടത്ത് ഇഷ്ടമുള്ള സമയത്ത് സഞ്ചരിക്കുവാനും, ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകുവാനും, നിങ്ങൾക്ക് എന്ത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യണോ അതൊക്കെ ചെയ്യുവാനും സ്വാതന്ത്ര്യമുള്ള ഒരവസ്ഥയിലാണ് നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ അതിനെ കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് നിങ്ങൾ ഇന്ന വേഷമേ ധരിക്കാവൂ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലൊന്നും വേഷം ധരിച്ച് നിങ്ങളുടെ നഗ്നത വെളിപ്പെടുത്താനൊന്നും പാടില്ല എന്നിങ്ങനെ നിങ്ങളെ കൊണ്ട് ഹിജാബിന്റെ ഉള്ളിൽ നിങ്ങളെ അടിച്ചമർത്തി, 4 അടുക്കളയുടെ ചുവരുകൾക്കുള്ളിൽ നിങ്ങളെ അടിച്ചമർത്തി, നിങ്ങളുടേതായ എല്ലാ മേഖലകളിലും നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിക്കൊണ്ട് നിങ്ങളെ തകർക്കുവാനും, നിങ്ങളെ പിറകോട്ടടിക്കുവാനും, നിങ്ങളെ നശിപ്പിക്കുവാനും, നിങ്ങളെ കേവലം പെറ്റുകൂട്ടുവാനുള്ള പ്രസവയന്ത്രങ്ങളും അടിമകളും പേറ്റുയന്ത്രങ്ങളുമാക്കുവാനാണ് ഇസ്ലാമും ഖുർആനും പറയുന്നത് എന്ന് ഒളിയ അജണ്ടകളിലൂടെ നമ്മുടെ കുട്ടികളെ അവർ പഠിപ്പിച്ചു. അങ്ങനെ നമ്മുടെ ഓരോ വീടുകളിലും ഇവരുടേതായ ആശയങ്ങൾ, അതിലും കുറെയൊക്കെ കാര്യമുണ്ട് എന്ന് പറയുന്ന മെമ്പർമാർ, അവരൊരു പക്ഷേ നമ്മുടെ ആങ്ങളമാരായിരിക്കാം, നമ്മുടെ പെങ്ങന്മാരായിരിക്കാം, നമ്മുടെ തന്നെ മക്കളായിരിക്കാം, നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം. ഓരോ വീടുകളിലും ഈ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആളുകളെ വളർത്തിയുണ്ടാക്കുവാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ തോന്നിയതുപോലെ ജീവിക്കുവാനും, എവിടെ ഏതെല്ലാം വിധത്തിൽ മനുഷ്യൻ ഇവിടെ ജീവിക്കണോ ആ വിധത്തിലൊക്കെ ജീവിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ തലങ്ങളെയും ഇസ്ലാം ഇവിടെ കെട്ടിപ്പൂട്ടി അതിനെ തടുത്ത് തകർക്കുകയാണ് എന്നുള്ള പ്രചരണം നടത്തിയപ്പോൾ മനുഷ്യരെ പിറകോട്ട് വലിക്കുവാൻ കുറെയൊക്കെ ലിബറൽ മതക്കാർക്ക് സാധിച്ചു. ഈ മതത്തിന്റെ പേര് ലിബറൽ മതമെന്നാണ്. ഇസ്ലാമിന്റെ നേരെ ഓപ്പോസിറ്റായി ഞാൻ പറഞ്ഞ പ്രോപ്പഗണ്ടകൾ മനുഷ്യരുടെ നേരെയും സ്ത്രീകളുടെ നേരെയും ഒക്കെ ഉയർത്തിയിട്ട് നമ്മുടെ വീടുകളിൽ പോലും ഈ മതത്തിന്റെ അനുയായികളെ ഉണ്ടാക്കി തീർക്കുവാൻ വേണ്ടി അതിശക്തമായ ചരടുവലികളും ഒളിയ അജണ്ടകളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മതം ലിബറൽ മതം എന്നാണ് നിങ്ങൾ അതിനെ വിളിക്കേണ്ടത്. ആ നിലക്കാണ് വരുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്.